ചില ബ്ലോക്കുകൾ അങ്ങോട്ട് തുറന്നു വിട്ടാൽ പിന്നെ പൊടപടാന്ന് അങ്ങോട്ട് ഒഴുകും. അതാണ് ഈ വേൾഡ് കപ്പിലെ സെഞ്ചുറികളുടെ കാര്യം. സെഞ്ചുറി ഇല്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്നലെ ശ്രീലങ്കയുടെ പതു നിസംഗ ഒരു സെഞ്ചുറി അടിച്ചു. ഇന്ന് അടുത്ത കളിയിൽ തന്നെ മറ്റൊരു സെഞ്ചുറി, അതും റെക്കോർഡ് സെഞ്ചുറി. T20 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി. യുവരാജ് സിംഗ് അല്ല, യുവരാജ് സമറ. യുവരാജിൻ്റെ ഒരു കടുത്ത ആരാധകൻ തന്നെ ഈ യുവരാജിലെ അപ്പൻ. അങ്ങനെ അപ്പൻ യുവരാജിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് മോനും യുവരാജ് എന്ന് പേരിട്ട്. മോൻ യുവരാജ് സിംഗിന് പറ്റാത്ത റെക്കോർഡാണ് ലോകകപ്പിലിട്ട്. എന്താ അല്ലേ, കാലങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് സാക്ഷിയായി മാറുന്നത്. സോ കളിയിലേക്ക് വരികയാണെങ്കിൽ യുവരാജ് സമറയും ദിൽപ്രീത് ബജുവയും കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോറൊക്കെ കാനഡയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അതൊന്നും ന്യൂസിലാൻഡിൻ്റെ മുമ്പിൽ വില പോകുന്നതായിരുന്നില്ല. അത്രയേ ഉള്ളൂ. 173 റൺസൊക്കെ എടുത്തു കാനഡ, ഒരു 4 വിക്കറ്റ് പോയേക്കുള്ളൂ. പക്ഷേ ബാറ്റിംഗ് ട്രാക്കിൽ ന്യൂസിലാൻഡ് ഈസിലി ചേസ് 15 ഓവർ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ. സൈഫർട്ടും ഫിന്നറിനും തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ, രജിൻ രവീന്ദ്ര ചെറിയ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു, റെഡിയായി. ഗ്ലെൻ ഫിലിപ്സ് 36 ബോളിൽ 76 കളി ഓവർ. ഇതോടുകൂടി അഫ്ഗാനിസ്ഥാൻ്റെ പ്രതീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കാനഡ എങ്ങാനും ന്യൂസിലാൻഡിനെ അടിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇല്ല, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആ ഒരു തോൽവി വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വന്നു അല്ലേ. സാരില്ല, പോട്ട്, അടുത്ത ലോകകപ്പ് പിടിക്കാം കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്നും സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുകയാണ്. കാനഡ ഓക്കെ, ഒരുപാട് ആളുകൾ ഇന്ത്യക്കാർ തന്നെയാണ്, ഒരു മിനി ഇന്ത്യ തന്നെയാണ്. അതിപ്പോൾ USA ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്ത് തന്നെയായാലും നല്ല മത്സരം ഒന്ന് കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് യുവരാജ് ഒന്നുമല്ലെങ്കിലും റെക്കോർഡ് ബുക്കിൽ പേര് എഴുതിയിട്ടല്ലേ പോകുന്നത്. കൺഗ്രാജുലേഷൻസ്.